ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളുടെ എല്ലാവരും സ്വാഗതം. ഞാൻ നിമിഷ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇഡ്ഡലി എല്ലാവർക്കും അറിയാമല്ലോ, അതിനകത്ത് എന്തോ ഇത്ര വലിയ കാണാനായിട്ടത്. പക്ഷേ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ട് എന്നിട്ടും കുറച്ച് പേർക്ക് ഇച്ചിരി സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ആ രീതിയിലാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലാണോ ട്രൈ ചെയ്യുന്നതിന് തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണേ. അതോ എങ്ങനെ ട്രൈ ചെയ്യുന്നില്ലെങ്കിൽ ഒരു വട്ടം ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയെ ട്രൈ ചെയ്തിട്ട് തന്നെ അറിയിക്കുക എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം നമുക്കാണെങ്കിൽ 1.5 ഗ്ലാസ് ഞാനാണെങ്കിൽ പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരിക്കകത്താണ് നമുക്കാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് പുഴുക്കലരി ഇട്ട് കൊടുക്കാം. പുഴുക്കലരി നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ നോർമലി കാണുമല്ലോ, നമ്മൾ ചോറ് വെക്കുന്ന അരി, അത് തന്നെ 1/2 ഗ്ലാസ് ഇട്ട് കൊടുക്കുക. അഥവാ നിങ്ങളുടെ ഈ പുഴുക്കലരി ഇല്ലെങ്കിൽ 2 ഗ്ലാസ് പച്ചരി എടുക്കുക. 2 പിടി ഒരു 1/2 കപ്പ് നമുക്കാണെങ്കിൽ ബട്ടക്കപ്പം ഉണ്ടാക്കുന്ന അവലില്ലയോ, ആ അവൽ എടുക്കുക. എന്നിട്ട് അതൊന്ന് കഴുകി ഒന്ന് കുതിർത്തി വെക്കണേ. അരയ്ക്കുന്നതിന് മുന്നേ കുറച്ച് നേരം മുന്നേ ഒരു അരമണിക്കൂറത്തേക്ക്. എന്നിട്ട് അതിൻ്റെ കൂടെ ഇട്ട് അരച്ചാൽ മതി. പിന്നെ നമ്മളാണെങ്കിൽ 3/4 ഗ്ലാസ്, ഏത് ഗ്ലാസ് നമ്മൾ അരി എടുക്കുന്നത് വെച്ചാൽ ആ ഗ്ലാസ് 3/4 ഗ്ലാസ് ഞാൻ ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഉലുവയും ഇട്ടിട്ട് ഒരു 8 മണിക്കൂറത്തേക്ക് നമുക്കൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം, സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം സോക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കഴുകത്തില്ലേ അരി ഉഴുന്നൊക്കെ, അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണേ വെക്കാനായിട്ട്. എന്താ വെച്ചാൽ ഈ വെള്ളം നമുക്ക് വേസ്റ്റ് ചെയ്യാനുള്ളതല്ല, ഒത്തിരി ഗുണങ്ങളൊക്കെ ഉള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ അത് കളയാൻ പാടില്ല. ആ വെള്ളം ഒഴിച്ച് തന്നെ വേണം നമുക്ക് അരി അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ആ വെള്ളം തന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഉഴുന്നിൻ്റെ വെള്ളം കൊണ്ട് ആദ്യം നമുക്കാണെങ്കിൽ അതുകൊണ്ട് എത്ര പറ്റാവുന്ന അത്രയും നമുക്ക് വെള്ളം കൊണ്ട് എല്ലാം ഉഴുന്നും അരിയൊക്കെ അരച്ചെടുക്കാം. ബാക്കിയാണെങ്കിൽ പിന്നെ ഈ അരിയുടെ വെള്ളം കണ്ടോ, അതും ഞാൻ ഒരു പാത്രത്തിൽ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ തികയാതെ വരുമ്പോൾ ഞാൻ ഈ വെള്ളം കൂടെ ഒഴിച്ചാൽ ഞാൻ അരി അരച്ച് എടുക്കുന്നത്. നിങ്ങളെല്ലാം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ തരുന്നത് നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്യണം. നിങ്ങളുടെ ഇതുപോലെ തന്നെ ഇഡ്ഡലി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അഥവാ ഇനി പിന്നെയും മനസ്സിലായില്ല, എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. നിങ്ങൾ അതിൻ്റെ എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഞാൻ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് ഞാൻ അരിയെല്ലാം അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോയിട്ടുണ്ട് എനിക്കറിയാം. പക്ഷേ എല്ലാവർക്കും ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി വീഡിയോ വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഇച്ചിരി ഇടാമെന്ന് വിചാരിച്ചത്. അപ്പം അതാണെങ്കിൽ അപ്പോൾ ഒന്നും തെറ്റ് വരാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണെങ്കിൽ ചിലർക്കൊക്കെ മനസ്സിലാവുന്നില്ല എന്ന് തോന്നും കേട്ടോ. അപ്പോൾ അത് കാരണമായിട്ട് ഡീറ്റെയിൽ ആയിട്ടെല്ലാം ഞാൻ ചെയ്യുന്ന രീതിയെല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ്. നിങ്ങളുടെ റെസിപ്പിയും വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ പുതിയ എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെയിം അതുപോലത്തെ റെസിപ്പി ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഞാനാണ് ഇതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി കാണിക്കാം, ദോശ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയാണ് ഞാൻ എന്ന് വെച്ചാൽ ഇച്ചിരി തിക്കായിട്ട് തന്നെയാണ് ഞാൻ എന്ന് വെച്ചാൽ അരച്ച് വെച്ചേക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സാക്കി നമ്മൾ അടച്ച് രാത്രിത്തേക്ക് വെക്കാം. രാവിലെ ആകുമ്പോഴാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. രാത്രി മൊത്തം ഞാൻ ഇതുപോലെ അടച്ച് വെച്ചിട്ട് രാവിലെ ആയപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി കുറച്ച് നേരത്തേക്ക് ഒരു സമയം ഉണ്ടെങ്കിൽ ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഇരിക്കട്ടെ കേട്ടോ. കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനത് കുറച്ച് നേരത്തേക്ക് അടച്ച് ഒരു 2 മണിക്കൂർ സമയമുണ്ട്. രാവിലെ ഞായറാഴ്ച ദിവസമൊക്കെ ആകുമ്പോഴേ ഇച്ചിരി നേരം വൈകിയാണല്ലോ. ഇച്ചിരി നേരത്തെ എടുത്ത വീഡിയോ കേട്ടോ, ഇടാൻ നേരം വൈകി പോയതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇത് അരച്ച് രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എണ്ണിച്ച് വന്നായിരുന്നു കേട്ടോ. എണ്ണിച്ച് വന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുളി നനയെ കഴിഞ്ഞ് ഒരു 8-8:30 ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കേട്ടോ. അപ്പം മക്കൾക്കൊക്കെ ആണെങ്കിൽ നേരത്തെ മോന് ട്യൂഷൻ ഉണ്ടായിരുന്നേ രാവിലെ. അപ്പോൾ അവന് വേണ്ടിയുള്ള അവർക്കൊക്കെ മസാല ദോശ കഴിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കാരണം അവർക്ക് വേണ്ടിയുള്ള മസാല ദോശ ഉണ്ടാക്കി രാവിലെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെച്ച് പിന്നീട് ഇഡ്ഡലി റെസിപ്പിയാണ്. ഇഡ്ഡലി പിന്നെ ആർക്കും ഇവിടെ വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ മാത്രമേ അധികം കഴിക്കത്തേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വെച്ചെന്നാൽ ഇഡ്ഡലിയുടെ വീഡിയോ എന്തായാലും ഇടണമല്ലോ, കാണിക്കണ്ടേ, പെർഫെക്റ്റ് ആയിട്ട് റെസിപ്പി കാണിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവർക്കുള്ള ദോശയൊക്കെ ഉണ്ടാക്കി ഞാൻ കൊടുത്തു കേട്ടോ. ദോശയുടെ പിന്നെ കാണിച്ചു തരുന്നുണ്ട് ലാസ്റ്റ് ഞാൻ. അപ്പോൾ ഇഡ്ഡലി തട്ടിലാണെങ്കിൽ വെള്ളം ഒഴിക്കാനാണെങ്കിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാവണം. അത് നേരം കൊണ്ട് നമുക്കാണെങ്കിൽ ഇഡ്ഡലി സ്റ്റാൻഡില്ലേ നമ്മൾ മാവ് നിറയ്ക്കുകയെന്ന് വെച്ചാൽ എണ്ണയും കൊണ്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. എണ്ണയോ നെയ്യോ നമ്മൾ ഏതാ എണ്ണ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ബ്രഷ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തേച്ച് വെച്ചതിന് ശേഷം നമുക്ക് മാവ് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് വേണം ഈ ബാറ്ററൊക്കെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ. നിങ്ങൾ കണ്ടില്ലേ നല്ല ഫ്ലഫി ആയിട്ട് നല്ല സ്മൂത്ത് ബാറ്റർ നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഇതിനകത്ത് ഒഴിച്ചു മൊത്തം ഫുള്ളായിട്ട് നിറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നുവെച്ചാൽ ഇത് നന്നായിട്ട് വീർത്ത് വരും. നിങ്ങളിപ്പോൾ ലാസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് പൊങ്ങി അങ്ങ് പുറത്ത് വരും, അത്രയ്ക്ക് വീർത്ത് വരും. അപ്പോൾ നമുക്കൊരു 3/4 വരെ, ഒരു 3/4 ഭാഗം വരെ നമുക്ക് നിറച്ച് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഞാൻ ഫുള്ളായിട്ട് നിറയ്ക്കുന്നില്ല, സെയിം ഇതുപോലെ നിറച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ എല്ലാം ഞത്ത് നമുക്കിതുപോലെ മാവ് നിറച്ച് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ എന്തെങ്കിലും പറയുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കണേ. ഞാൻ എപ്പോഴും പറയുന്ന കൂട്ടി പുറത്തായ കാരണം കൊണ്ട്
കേരളത്തിലല്ല താമസിക്കും, ഗുജറാത്തിലാണ് കേട്ടോ. ചെറുപ്പം മുതൽ ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് മലയാളം പറയുമ്പോൾ ചെറുതായിട്ടൊക്കെ മിസ്റ്റേക്ക് വരുന്നുണ്ടോ അതോ തെറ്റാന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയുന്നില്ല. ഇനി അതും അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞു തരണേ. എനിക്കതും എന്തെങ്കിലും തെറ്റ് പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അതാണ് എപ്പോഴും പറയുന്നിടത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ എല്ലാം മെസ്സേജുകൾ ചോദിച്ചാൽ മതി. ഞാൻ തീർച്ചയായും നിങ്ങൾ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാം തട്ടി ഞാൻ ഇതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ വെള്ളം ഒരു സൈഡ് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കാണെങ്കിൽ അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഒരു 10 തൊട്ട് 15 മിനിറ്റ് സമയം പിടിക്കത്തുള്ളൂ കേട്ടോ ഇഡ്ഡലി വെന്ത് വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ വല്ല ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പപ്പടം കുത്തുന്ന കമ്പിയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആയിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതായിട്ടുണ്ടെന്നാൽ അപ്പോൾ അതേ നമുക്ക് ഇതൊക്കെ അതിനകത്ത് ഇറക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആവട്ടെ. ഇവിടെ നിന്ന് ഇരുന്നുകൊണ്ട് ആ നേരം കൊണ്ട് നമുക്ക് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. നല്ല ക്രിസ്പി ആയിട്ട് നല്ല മുരുപുരാന്നിരിക്കുന്ന ദോശയാണ് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുകൊണ്ട് തന്നെ ദോശ ഉണ്ടാക്കിയാലും മതി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പുറത്തൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നല്ല ഇതായിട്ട് കിട്ടുന്ന ആ സെയിം റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റിയതാ. അപ്പോൾ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അഥവാ നിങ്ങളുടെ തവയാണെങ്കിൽ സ്റ്റാർട്ടിങ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുവാണെങ്കിൽ കുറച്ച് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കുറച്ച് എണ്ണയും തടവി കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിന് ശേഷമാണെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് ഒന്ന് എന്തെങ്കിലും ടിഷ്യൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ക്ലീൻ ആയിട്ട് ക്ലോത്തും കൊണ്ട് തുണിയും കൊണ്ട് നന്നായിട്ട് തുടച്ച് കൊടുക്കുക. അതിന് ശേഷം ബാറ്ററി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്താൽ തീരെ പാനിൽ ഒട്ടാതെ നമുക്ക് കിട്ടും. അത് ഞാൻ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഗ്രീസായിട്ട് ഇരിക്കുന്നത് തന്നെയാണ്. അപ്പം നല്ല അത് കാരണം കൊണ്ടാണ് പിന്നെ ഞാൻ ഇതുപോലെ പരത്തി കൊടുത്തത്. മേളിൽ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടാണ് നമുക്കത് തിരിച്ചിട്ടിട്ട് ഒരു സൈഡും കൂടെ ആക്കാം. ഇനി ഞാനാണെങ്കിൽ റെഡ് ചട്നീൻ്റെ മേളിൽ ഞാൻ സ്പ്രെഡ് ചെയ്യും. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ മാത്രം മസാല മാത്രം വെച്ച് കഴിച്ചാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ഇതുപോലെ നല്ല സ്പൈസി ചട്നിയാണ് കേട്ടോ. ഒത്തിരി ഇടേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ഇട്ടാൽ മതി. റെഡ് ചട്നിയുടെ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനലിൽ തന്നെ കാണാത്തവരൊന്നൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കണേ. നല്ല അടിപൊളി ചട്നിയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഇതുപോലെ ഈ ചട്നി ഉണ്ടാക്കി ഇതുപോലെ ദോശയൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മസാല ദോശയുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ ഇതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ, എങ്ങനെ അതൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അഥവാ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. മസാല ദോശയുടെയും റെഡ് ചട്നിയുടെയും എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, കാണാൻ തന്നെ പറ്റും. തിരിച്ചപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് മുരിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്ക് രണ്ട് സൈഡ് ഇതുപോലെ നാക്കിയെടുക്കാം. ഇതാണ് നമുക്ക് സാമ്പാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കോക്കനട്ട് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ പീനട്ട് ചട്നിയുടെ കൂടെ ആണെങ്കിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയോ എന്തിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയാൽ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഒട്ടും ഇതുപോലെ ഞാൻ പറയുന്ന കൂട്ടനെ ഉള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ ഒട്ടും ഫ്ലോപ്പ് ആവത്തില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെയും ദോശ ഇതുപോലെ ഇഡ്ഡലി ആണെങ്കിലും ദോശയാണെങ്കിൽ ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെ വീഡിയോസാണ് പുതിയ കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയും ഹെൽപ്പ് ആവുമല്ലോ. എൻ്റെ യൂട്യൂബ് ഫാമിലിയിലെ എൻ്റെ ആൾക്കാർക്ക് എന്തൊക്കെ വീഡിയോസാണ് കാണാൻ താല്പര്യമുള്ള ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതെനിക്ക് മനസ്സിലാവും. ആ രീതിയിൽ റെസിപ്പി വീഡിയോസാണ് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് രണ്ടാമത്തെ ദോശ ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മുടെ ഇഡ്ഡലിയും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കണം, നമുക്ക് അതിനെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ഇത് കാണി അടുത്ത ദോശ നമ്മൾ റെഡി ആയിട്ടാണോ ഹസ്ബൻഡ് കഴിക്കാനെങ്കിൽ. അപ്പോൾ ചൂടോടെ ഓരോരോ ദോശ ഉണ്ടാക്കി കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി ദോശ നമ്മൾ റെഡി ആയിട്ടുണ്ട് ചൂടോടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതേണക്ക് നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പി. അപ്പോൾ ഇത് ദോശയൊക്കെ റെഡിയാക്കണ്ട സൈഡിൽ നിന്നൊക്കെ പൊട്ടുന്നുണ്ട്. അത്രയ്ക്ക് ക്രിസ്പിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ഇനി വീഡിയോ ഏതെങ്കിലും റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനലിൽ കയറി നോക്കേണ്ട ആവശ്യം വരുമെന്ന്. എന്നുവെച്ചാൽ എത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. എല്ലാം കാര്യം ഡൗട്ട് നിങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇത്ര നിങ്ങൾ ഡൗട്ട് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമ്മുടെ ഇഡ്ഡലിയെ കണ്ടില്ലേ, നല്ല തട്ടേ ആ കുഴിക്കകത്തുനിന്ന് പൊങ്ങി പുറത്ത് വരെ വന്നിട്ടുണ്ട് കണ്ടോ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇഡ്ഡലി കിട്ടിയേക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത് ഒത്തിരി അങ്ങ് ഫുള്ളായിട്ട് നിറച്ചെടുക്കേണ്ട ആവശ്യമില്ലെന്ന്. പിന്നെ ഞാൻ ഒരു ടിപ്സും കൂടെ പറഞ്ഞുതരാം. ഇഡ്ഡലി ഒത്തിരി നേരത്തേക്ക് സോഫ്റ്റ് ആയി ഇരിക്കാനും പിറ്റേ ദിവസം കഴിക്കുമോ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കി നമ്മൾ രാത്രി കഴിച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ചെയ്യുന്നത്, ഇച്ചിരി വെള്ളം എടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മൾ ഇതുപോലെ ഇനി നമുക്കാണെങ്കിൽ ഇഡ്ഡലി തട്ടിൻ്റെ ഇതുപോലെ എടുക്കാം കണ്ടോ. എത്ര ഞാനത് പൊട്ടിച്ച് കാണിച്ച് തരാം കേട്ടോ. ഇതെങ്ങനെ ഉണ്ടായിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്.
അപ്പോൾ അതേ നമ്മൾ ഇഡ്ഡലി എല്ലാം ഞാൻ ഇതുപോലെ എല്ലാം എടുത്തെടുക്കുന്നുണ്ട്. കണ്ടോ എത്ര ഫിനിഷിങ്ങിലായിട്ട് നമുക്ക് കിട്ടും. തട്ടിലൊക്കെ നമ്മൾ ഇതുപോലെ എണ്ണയൊക്കെ തടവിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല ഒട്ടാതെ. പിന്നെ നമ്മൾ ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇറക്കാൻ പാടില്ല കേട്ടോ. ഒരു 5-10 മിനിറ്റത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ വെക്കണം. അതിന് ശേഷമേ നമ്മൾ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അതേ കണ്ടോ നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ കാണിച്ച് നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പഞ്ചി ആയിട്ട് നമ്മൾ ഇഡ്ഡലി ഇത് റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി. ഇത് നമ്മൾ ഇഡ്ഡലി എടുക്കുക, അതിന് കുറച്ച് ചമ്മന്തിയും കുറച്ച് സൈഡിലെടുത്തിട്ട് നമുക്കിനി അത് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയല്ലേ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറഞ്ഞു വിട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.